ഹലോ ഹലോ വന്ദന. അവരെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ ജഗൻ? ഇതുവരെ കേട്ടിട്ടില്ല. ഇനി ഇവരിത് എവിടെ പോയി? ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എല്ലായിടത്തും വിളിച്ചു നോക്കി, അച്ഛനും അമ്മയും ചെല്ലാവുന്നിടത്തൊക്കെ. വർഷയുടെ വീട്ടിൽ ചെന്നിട്ടില്ല. പിന്നെ ഇവരിത് എവിടെ പോയി? അല്ല, ഇനി ഒരു പക്ഷേ വന്ദനെ കാണാൻ എന്റെ വീട്ടിലേക്ക് എങ്ങനെ വന്ന് കാണായിരിക്കും. അങ്ങനെയാണെങ്കിൽ വിളിച്ചിട്ടേ വരൂ. വന്ദന ഒരു കാര്യം ചെയ്യും, അച്ഛൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. ഞാനും അന്വേഷിക്കാം. അതെ, സോമനങ്കിളിനോടൊന്ന് ചോദിച്ചു നോക്കോ? ശരി വന്ദനെ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അവരെയും കൊണ്ട് ഞങ്ങൾ വരൂ. ഓക്കെ, ഞാൻ വിളിക്കാം. നമസ്കാരം സാർ. ഇതാര്? ജഗനോ? താനെന്താണോ ഇവിടെ? എന്റെ വൈഫിന്റെ അച്ഛനും അമ്മയും കാണാനില്ല സാർ. അവര് വല്ല റിലേറ്റീവ്സിന്റെ വീട്ടിലോ ഫ്രണ്ട്സിന്റെ അടുത്തേക്കോ മറ്റോ പോയി കാണും. ഇല്ല സാർ, അവരവിടെ ഒന്നും ചെന്നിട്ടില്ല. എവിടേക്കാ പോയത് വല്ല സൂചനയും തന്നിട്ടുണ്ടോ? ഒരു ആശ്രമത്തിൽ കാണുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ അന്വേഷിച്ചു, പക്ഷെ അവരവിടെയും ചെന്നിട്ടില്ല. ഏതായാലും ഒരു കംപ്ലൈന്റ് എഴുതി തന്നേക്കൂ. ഫോട്ടോയും ഫോൺ നമ്പറും എല്ലാം കൊടുത്തിരിക്കണം. ഷാജി സാർ, എല്ലാം എഴുതി വാങ്ങിക്കും. വരും. ചെല്ലു. ചേച്ചി, ചേച്ചി, എന്തെങ്കിലും വിവരം കിട്ടിയോ വന്ദനെ? ഇല്ല. അച്ഛന്റെ പല പരിചയക്കാരെ ഞാൻ വിളിച്ചു നോക്കി, അവിടെ എങ്ങും അവര് ചെന്നിട്ടില്ല. ഇനി ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് അവരെങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലോ? ഞാൻ അവരെ തിരക്കി ഇറങ്ങാൻ പോവാ. അത് വേണോ മോളെ? മനോജും ജഗനും അന്വേഷിച്ചു പോയിരിക്കല്ലേ? അച്ഛമ്മ പറഞ്ഞതാ ശരി. എന്റെ വഴിക്ക് ഞാനും അന്വേഷിക്കാം. സുചിത്രയിടത്തി ദേമോളം നോക്കിക്കോണം. മോളുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട വന്ദനെ. അധികം പരിചയമില്ലാത്ത സ്ഥലത്തേക്കൊന്നും പോവാൻ നിൽക്കരുത്. ഗുരുവായൂരപ്പം നിനക്ക് കാവലുണ്ടാകും. നിന്റെ മുന്നിൽ അവര് വന്ന് പെടും. മോള് പോയിട്ടോ? ശരി സുചിത്രയിടത്തി, പോയിട്ട് വരാം.